പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം എന്നീ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ, ഒരുമിച്ച് ദൈവസന്നിധിയിൽ വചന കേൾവിക്കായി കാതുകൂർപ്പിക്കുവാനും, ദൈവം ചെയ്ത എല്ലാ ഉപകാരത്തിനും നന്മകൾക്കുമായി കർത്താവിനോട് നന്ദി അർപ്പിക്കുവാനും, ഈ പ്രഭാതത്തിൽ ഉദിച്ചുയരുന്ന ഉദയസൂര്യൻ്റെ കിരണങ്ങൾ ഏറ്റുകൊണ്ട് എഴുന്നേൽക്കുമ്പോൾ തന്നെ നീതിസൂര്യനാകുന്ന യേശു കർത്താവിൻ്റെ പ്രഭാത കിരണങ്ങൾ അത് ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ പതിച്ച് ആത്മാവിനെ തണുപ്പിക്കുന്ന, ഉയർത്തി നിൽപ്പിക്കുന്ന ദൈവകൃപയോർത്ത് കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട്, കർത്താവിനോട് പ്രാർത്ഥനയോടെ കർത്താവ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, നീതിസൂര്യൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഇന്നീ പ്രഭാതം ദൈവവചന ധ്യാനത്തിനായി നമുക്ക് വേർതിരിക്കുമ്പോൾ ആധാരമായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 31 അധ്യായം അതിന് 24 വാക്യം വായിച്ചു കേൾപ്പിക്കുന്നു. സാംസ് 31 വേഴ്സ് 24, 31 അധ്യായത്തിന്റെ 24 വാക്യം. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഹല്ലേലൂയ. നല്ല ഉറപ്പ് തരുന്ന ഒരു വചനം പോലെ ആ വചനം കേൾക്കുമ്പോൾ തന്നെ ഒരു ഗാംഭീര്യം. ഇതിന്റെ ഹെഡിങ്ങിൽ എഴുതിയിട്ടുണ്ട്, ദാവീദിന്റെ സങ്കീർത്തനമാണ്, സംഗീത പ്രമാണിക്കുള്ള സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം അറിയപ്പെടുന്നത് സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നറിയപ്പെടുന്നത്. വിടുതലുകൾ ഓർത്ത്, തുടക്കത്തിൽ പറഞ്ഞതുപോലെ വിടുതലുകൾ ഓർത്ത്, കർത്താവിന്റെ കൃപയോർത്ത് കർത്താവിനോട് നന്ദി പറയുന്ന 1 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങള്, ഏറ്റുപറച്ചിലും വിടുതലും നിത്യസന്തോഷവും തരുന്ന 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങള്, പിന്നെ ഒരു കഷ്ടാനുഭവത്തിന്റെ ഒരു സാക്ഷ്യം പറയുന്ന വാക്കുകള്, അപ്പോൾ തന്നെ 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളിൽ സഹായത്തിനുള്ള അപേക്ഷ, പിന്നെ 7 തൊട്ട് 24 വരെയുള്ള വാക്യങ്ങൾ അപേക്ഷയ്ക്ക് വേണ്ടി ദൈവം തരുന്ന അനുഗ്രഹവും കാണാം. അപ്പോ ഈ വചനം വായിക്കുമ്പോൾ തന്നെ, നമ്മളിത് കേൾക്കുമ്പോൾ തന്നെ ഒരു കഷ്ടാനുഭവ കീർത്തനമാണ്. അപ്പൊ തന്നെ ദൈവ സംരക്ഷണവും, ദൈവത്തോടുള്ള പ്രാർത്ഥനയും, ദൈവത്തോടുള്ള സംരക്ഷണവും ഇതിനകത്ത് കാണാം. ഇതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ചുറ്റും ഭീതി, പലരുടെയും വായിൽ നിന്ന് കേട്ടിരിക്കുന്നു, അപശ്രുതി കേൾക്കുന്നു, പിന്നെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു, യഹോവയെ നിന്നിൽ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകരുതേ, ദുഷ്ടന്മാർ ലജ്ജിച്ചു പോകട്ടെ, എല്ലാം പറഞ്ഞിട്ട് യഹോവയിൽ ആശ്രയിക്കുന്നതിനെ വിടുവിക്കുന്നു, എല്ലാം പറഞ്ഞിട്ട് അവസാനത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. ആ വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവയിൽ പ്രത്യാശയുള്ള എവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടൊരു വചനമാണ്. ഒത്തിരി കാര്യങ്ങളും സാഹചര്യങ്ങളും എല്ലാം വേളി പറയുന്നുണ്ട്. ബുദ്ധിമുട്ടും പ്രതിസന്ധിയും പ്രയാസവും ദുഷ്ടന്മാരുടെ ഹിംസ ഗർജനവും ഒഴിവാക്കപ്പെടുന്നതും എല്ലാം പറയുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനം വിശദീകരിക്കുന്ന ഒരു വാക്കുണ്ട്. അല്ലെങ്കിൽ സങ്കീർത്തനക്കാരൻ ദാവീദ് ഉറപ്പോടെ പറയുന്ന, മറ്റുള്ളവർക്ക് ഉത്തേജകമാകുന്ന, പ്രബോധനമാകുന്ന, മറ്റുള്ളവരെ ബലപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട്. ഈ വാക്ക നമ്മൾ കേട്ട് ഉറച്ച് ദൈവസന്നിധിയിലേക്ക് ഒന്നുകൂടി ഉറപ്പിക്കുന്ന ആ വാക്ക് ഇങ്ങനെയാണ്: യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെടുവീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഹല്ലേലൂയ. ഇന്നീ പ്രഭാതത്തില് കുഞ്ഞെ, എവിടെയാ നിന്റെ പ്രത്യാശ ഇരിക്കുന്നത്? ദാവീദ് ഈ കാര്യങ്ങളും സാഹചര്യങ്ങളും മുഴുവൻ അഗനിസ്റ്റാ. പരിഹസിക്കുന്നവരുണ്ട്, അപശ്രുതി പരത്തുന്നവരുണ്ട്, അപവാദം പരത്തുന്നവരുണ്ട്, ഒഴിവാക്കുന്നവരുണ്ട്, ഒറ്റപ്പെടുത്തുന്നവരുണ്ട്, ഒറ്റി കൊടുക്കുന്നവരുണ്ട്, വേദനപ്പെടുത്തുന്നവരുണ്ട്. അവരുടെ എല്ലാം നടുവിലായി ഈ വാക്ക് പറയുന്നേ. അവസാനത്തെ വാക്ക് പറഞ്ഞേ, യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ. ഹല്ലേലൂയ. യഹോവയെങ്കിലാണോ പ്രത്യാശ? കുഞ്ഞെ, നിന്റെ പ്രത്യാശ യഹോവയെങ്കിലാണോ? നീ അർപ്പിച്ചിരിക്കുന്ന നിന്റെ പ്രതീക്ഷ യഹോവയെങ്കിലാണോ? യഹോവയെങ്കിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ. ഹല്ലേലൂയ. ധൈര്യപ്പെട്ടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. 3 വാക്കുകളുണ്ട്.
അവസാനത്തെ 2 വാക്ക് പറയുന്നത് ധൈര്യപ്പെടുവീൻ, ഉറച്ചിരിക്കട്ടെ. പോസിറ്റീവ് വാക്കാ, എനർജി തരുന്ന വാക്കാ. ഇന്ന് ഈ വാക്ക് ആവർത്തിക്കട്ടെ. ധൈര്യപ്പെട്ടിരിക്കാം, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ചഞ്ചലപ്പെടണ്ട, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ചഞ്ചലപ്പെടണ്ട, അലയടിക്കണ്ട. ധൈര്യപ്പെട്ടിരിപ്പീൻ, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. എപ്പോ? യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ. വാക്ക് കേട്ടോ, യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ എന്ന്. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, ധൈര്യപ്പെട്ടിരിപ്പീൻ. എവിടെയാ ധൈര്യം ചോർന്നത്? എവിടെയാ നീ ഭയപ്പെടുന്നത്? എവിടെയാ നീ വേദനിക്കുന്നത്? എന്ത് കണ്ടിട്ട്, ആരെ കണ്ടിട്ടാ ഭയപ്പെടുന്നത്? ദുഷ്ടന്മാർക്കൊരു സൗഖ്യം കണ്ടിട്ട് ഭയപ്പെടുന്നുണ്ട്, ആസാഫിനെ പോലെ വേദനപ്പെടുന്നുണ്ട്? ഇല്ല കുഞ്ഞെ, നീ ധൈര്യത്തോടിരിക്ക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. കാര്യം നിന്റെ പ്രത്യാശ യഹോവയിങ്കലാണ് വെച്ചിരിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ പ്രതീക്ഷയും പ്രത്യാശയും യഹോവയിങ്കലാണോ വെച്ചിരിക്കുന്നത്? നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, ധൈര്യപ്പെട്ടിരിക്കട്ടെ, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. യഹോവയിൽ പ്രത്യാശ വെപ്പീൻ, എൽമനമേ യഹോവയിൽ ആശ്രയിപ്പീൻ. എന്റെ അന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തിൽ ആശ്രയിപ്പീൻ. യഹോവയിൽ ഉറച്ചിരിക്കട്ടെ. ഹൃദയം ഉറച്ചിരുന്നാൽ നിന്റെ മനസ്സുറയ്ക്കും. മനസ്സുറച്ചിരുന്നാൽ ചഞ്ചലപ്പെടുന്ന ശരീരം അത് ഉറയ്ക്കും. നീ വചനം കേൾക്കുമ്പോ ധൈര്യപ്പെട് കുഞ്ഞെ, നീ ധൈര്യപ്പെട്. ദാനിയേലിനോട് ദൂതൻ വന്ന് പറഞ്ഞു, ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലേ, ബലപ്പെട്ടിരിക്കുക, ബലപ്പെട്ടിരിക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ കുഞ്ഞെ, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ദാവീദിനോട് തന്നെ പറഞ്ഞുറപ്പിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ആ വചനം നമ്മോട് പറഞ്ഞുറപ്പിക്കുന്നു. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ കുഞ്ഞെ. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവെ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രഭാതത്തിൽ ജനത്തിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. യഹോവയിൽ പ്രത്യാശ വെപ്പീൻ, ധൈര്യപ്പെട്ടിരിപ്പീൻ. കർത്താവെ, ധൈര്യം തരുന്ന, പ്രത്യാശ തരുന്ന യഹോവയുടെ കരത്തിനായി നന്ദി പറയുന്നു. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യഹോവയിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ഏവരുമേ അങ്ങനെ തന്നെ അനുഗ്രഹിക്കുന്നപ്പ. യഹോവയിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന സകല പേരും ധൈര്യപ്പെട്ടിരിക്കട്ടെ, ഉറച്ചിരിക്കട്ടെ. വചനം അങ്ങനെ തന്നെ കൈമാറുന്നു. കർത്താവിന്റെ കൃപ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയിട്ടിരിക്കാൻ സ്തോത്രം. എല്ലാ മാനവമഹത്തോടും എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവകൃപയ്ക്കുള്ളിൽ മറയപ്പെടുമാറാകട്ടെ. ബ്ലസ് യു, ബ്ലസ് യു ആൻഡ് താങ്ക് യു സോ മച്ച്.